ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് മിടുക്കി ബോട്ടിൻ്റെ ബാക്കിയുള്ള വേരിയബിൾസൊക്കെ എങ്ങനെ യൂസ് ആക്കാം, എങ്ങനെ ആഡ് ആക്കാം എന്നാണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, കുറേ വേരിയബിൾസ് ഒന്നുമില്ല, ആകെ 4-5 വേരിയബിൾസ് മാത്രമാണ് ഉള്ളത് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, പിന്നെ കൂടുതൽ വേരിയബിൾസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നേരെ എൻ്റെ മോട്ടക്കിൻ്റെ റിപ്പോസിറ്ററി പോയിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് മെയിനായിട്ടുള്ള വേരിയബിൾസാണ്. ഹലോ ഗൈസ്, ഇപ്പോൾ ഫിഫയൊക്കെ തുടങ്ങിയിട്ട് ഏകദേശം പകുതി ആയിട്ടുണ്ട്. ഓക്കെ, ലൈവ് തുടങ്ങാൻ വേണ്ടിയിട്ട് പുതിയൊരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആവശ്യമുള്ളവർക്ക് എല്ലാവർക്കും ഇതിൽ പോയിട്ട് ഫിഫാൻ്റെ ലൈവ് കാണാം. ലൈവ് എപ്പോൾ വെച്ചാൽ എപ്പോഴാണ് കളിയുള്ളത് ആ ടൈമിന് മാത്രമേ ലൈവുകൾ കാണാൻ പറ്റും, അല്ലാത്ത സമയത്ത് കാണാൻ പറ്റത്തില്ല. ഓക്കെ, അപ്ഡേറ്റ്സ് എല്ലാം ഫിഫ ലൈവ്സിലായിരിക്കും കാണുന്നത്. അതിലൊക്കെ ഒരു ഫോട്ടോത്തിലൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ പുതിയൊരു ഇൻ്റർഫേസിലേക്ക് എത്തും, ആ കളീനെ പറ്റിയിട്ടുള്ള ഒരു ഇൻ്റർഫേസിലേക്ക് എത്തും. ഓക്കെ, ഞാൻ ക്ലിക്ക് ചെയ്ത് കാണിച്ചുതരാം. ഓക്കെ, ക്ലിക്ക് ചെയ്താൽ ഇതുപോലത്തെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. ഓരോരു കളീൻ്റെ ഓരോന്നിലായിരിക്കും. പിന്നെ സ്റ്റേഡിയം ഡേറ്റ് ടൈമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗോൾസിൻ്റെ അടുത്ത് കളി കഴിഞ്ഞതിന് ശേഷം എത്രയാണ് രണ്ട് ടീമിന് ഗോൾസ് ആയിട്ടുള്ളത് അത് ആടാണ് കൊടുക്കുന്നത്. പിന്നെ ലൈവ് സ്ട്രീമിലൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ലൈവ് നടക്കുന്ന ലൈവിലേക്ക് ഇങ്ങനെ നേരം പോയിക്കോളും. ഇപ്പോൾ ലൈവ് നടക്കാത്തതുകൊണ്ടാണ് ഇതുപോലത്തെ ഇൻ്റർഫേസ് കാണുന്നത്. അപ്പോൾ ലൈവ് നടക്കുന്നുണ്ടെങ്കിൽ നേരെ ലൈവിൻ്റെ ഇൻ്റർഫേസിലേക്ക് എത്തുന്നത്. അപ്പോൾ എല്ലാവരും ഒരു ലിങ്ക് പോയിട്ട് ചെക്കൗട്ട് ആക്കാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ എങ്ങനെയാണ് വേരിയബിൾസൊക്കെ ആഡ് ആക്കാമെന്നാണ്. ഓക്കെ, അപ്പോൾ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാണ്ട് ഞാൻ ഇത് ആഡ്സിൻ്റെ ഫ്യൂച്ചർ എങ്ങനെ യൂസ് ആക്കാമെന്ന് പറഞ്ഞു തരുന്നില്ല. അതിൻ്റെ വേരിയബിൾസിൻ്റെ കീ ഒക്കെ ഞാൻ പറഞ്ഞു തരുന്നത് മാത്രമാണ്. പിന്നെ നിങ്ങൾക്ക് അറിയുന്ന സൈറ്റിൽ നിന്ന് പോയിട്ട് API ID, പിന്നെ അതിൻ്റെ സൈറ്റിൻ്റെ API ID URL കൊടുത്ത് ജസ്റ്റ് റൺ ആക്കിയാൽ മതി. ഞാൻ ലാസ്റ്റ് അവസാനം ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. കാരണം എന്താ വെച്ചാൽ അത് എല്ലാ സൈറ്റും ഇപ്പോൾ സപ്പോർട്ടിൽ ഞാനിപ്പോൾ 2-3 സൈറ്റിൻ്റെ കോഡൊക്കെ ബോട്ടിലൊക്കെ ആഡ് ആക്കിയിട്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഡൗട്ട് ആവായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ഗ്രൂപ്പിൽ വരാം. സപ്പോർട്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്ഡേറ്റ് ചാനലിലെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയിട്ട് ഒന്ന് അപ്ഡേറ്റ് ചാനലും ജോയിൻ ചെയ്യാം. പിന്നെ പുതിയ ഫ്യൂച്ചേഴ്സൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഈ ബോട്ടിലേക്ക് ഒന്ന് റിക്വസ്റ്റ് ചെയ്യാം. എന്നെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ആ ഫ്യൂച്ചർ അക്സെപ്റ്റ് ചെയ്തിട്ട് ഞാൻ ആഡ് ആക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കുന്നതെന്ന് വെച്ചാൽ നിർബന്ധമായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ആരും സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചാന്മാരാണ് കൂടുതൽ നോക്കുന്നുള്ളത്. അതുപോലെ തന്നെ ഒരു ലൈക്കും ചെയ്യാം, ഒരു കമൻറ്റും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മളിവിടെ അഡ്മിൻ ID ബോട്ടിലേക്ക് ചേർക്കാൻ നോക്കാം. ഓക്കെ, അഡ്മിൻ IDൻ്റെ ഉപകാരം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അഡ്മിൻ പാനലിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അഡ്മിൻ പാനലിൽ ക്ലിക്ക് ആയിട്ട് നമ്മുടെ വർക്ക് ആവുന്നില്ല. നമുക്ക് എങ്ങനെ ID കൊടുക്കാൻ പറ്റും, എങ്ങനെ വർക്കാക്കി നോക്കാം. ഈ ബ്രോഡ്കാസ്റ്റ് കുറേ കൺട്രോളൊക്കെ ഈ അഡ്മിൻ IDയിലാണുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ബോട്ടൊന്ന് ഓപ്പൺ ചെയ്യാം. ഈ ബോട്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഈ ബോട്ടിൻ്റെ പേരെന്താ വെച്ചാൽ മിടുക്കി റോബോട്ട് എന്നാണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു ബോട്ടിൽ പോയിട്ട് /ID എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ID ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. കോപ്പി എടുത്തതിന് ശേഷം നേരെ റെയിൽവേയിലേക്ക് വരാം. റെയിൽവേയിലേക്ക് എന്നിട്ട് ആഡ് വേരിയബിൾസിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ അഡ്മിൻസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എളുപ്പമായിട്ട് എഴുതിയിട്ട് കാണുന്നില്ല, അതുപോലെ തന്നെ അഡ്മിൻസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. _ID വാല്യൂ ആഡ് ആക്കി കൊടുക്കാം. എന്നിട്ട് ആഡ് ആക്കി കൊടുക്കാം. ഓക്കെ, ഇതിൻ്റെ യൂസ് എന്താണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഇപ്പോൾ നേരെ ടെലഗ്രാമിലേക്ക് വരാം. ടെലഗ്രാമിലേക്ക് വന്നതിന് ശേഷം അഡ്മിൻ പാനലിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ കാണാൻ സാധിക്കും അഡ്മിൻ ഓൺലി ആയിട്ട്. ഓക്കെ, ഇതിലുള്ള ഫുള്ള് കമൻറ്റ്സും അഡ്മിൻ കമൻറ്റ്സാണുള്ളത്. അടുത്തതായിട്ട് എങ്ങനെ ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ നമുക്ക് നമ്മുടെ ബോട്ടിൽ. ഓക്കെ, ഹായ് മെസ്സേജ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് റിപ്ലൈ ആയിട്ട് /broadcast എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെ ബ്രോഡ്കാസ്റ്റ് സെൻഡ് ആവുന്ന കാണാൻ സാധിക്കും. ഓക്കെ, ഇത് മീഡിയാസ് പറ്റും, അതുപോലെ തന്നെ ഫോട്ടോസ് പറ്റും, ഡോക്യുമെൻ്റ് പറ്റും, എല്ലാം പറ്റും. ലോഡിങ്ങിലൊക്കെ വരുന്ന സിമ്പിൾസ് എങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, ലോഡിങ് _symbol A എന്ന് കൊടുക്കാം. എൻ്റെ ഒരു സിമ്പിൾ ഇട്ട് കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിമ്പിൾസ് ഇട്ട് കൊടുക്കാം. പിന്നെ ടെക്സ്റ്റ് ഇട്ട് കൊടുക്കാം. നിങ്ങളെ ഇഷ്ടമാണ്, ടെക്സ്റ്റ് ഇട്ട് കൊടുക്കണ്ട. അതിനെക്കാട്ടി നല്ലത് സിമ്പിൾസ് ഇടുന്നതാണ് നല്ലത്. ഓക്കെ, ഇപ്പോൾ ഒരു സിമ്പിൾ ഇട്ട് കൊടുത്തു. അതിൻ്റെ ലോഡിങ് _symbol_B എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടുത്തതായിട്ടൊരു സിമ്പിളും കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ, പിന്നെ 2 സിമ്പിൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എൻ്റെ ഇത് ഡിപ്ലോയ് ആവുന്ന നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഡിപ്ലോയ് ആയതിന് ശേഷം നിങ്ങൾ എന്താക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നേരെ ടെലഗ്രാമിലേക്ക് വരാം. ടെലഗ്രാമിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾ ഉണ്ടാക്കിയ ബോട്ടിലൊക്കെ കണ്ടിട്ട് ഏതെങ്കിലും ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം, കോൾ ബാക്ക് ബട്ടണിലേക്ക്. അപ്പോൾ ഇതുപോലത്തെ ഇൻ്റർഫേസിൽ ഇതുപോലെ ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ കൊടുത്ത സിമ്പിളായിരിക്കും താഴെ ലോഡിങ് ആവുന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഫീച്ചർ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട് എങ്ങനെ നമുക്ക് ഡോണറ്റ് ലിങ്ക് നമ്മളുടെ ബോട്ടിലൊക്കെ ആഡ് ആക്കാൻ നമുക്ക് നോക്കാം. ഓക്കെ, ന്യൂ വേരിയബിളിലേക്ക് ക്ലിക്ക് ചെയ്യാം. ഈ ഡോണറ്റ് ലിങ്ക് എന്താ വെച്ചാൽ നിങ്ങളുടെ Paytmൻ്റെ ലിങ്കും നിങ്ങൾ എന്തിൻ്റെയൊക്കെ ലിങ്ക് ഉണ്ട് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഓക്കെ, ഡൊണേഷൻ _link എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ ഈ ഡൊണേഷൻ എന്ത് സംഭവമായിട്ട്. ഇപ്പോൾ ഞാൻ നേരെ
ഹെൽപ്പിലേക്കാണ്. ഹെൽപ്പ് കോൾ ബാക്ക് ക്ലിക്ക് ചെയ്ത് നമ്മുടെ കാണാൻ സാധിക്കും ഡൊണേറ്റ് എന്നൊരു സംഭവം. അതിലൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ക്ലിക്ക് ചെയ്ത് നമ്മുടെ കാണാൻ സാധിക്കും യു ക്യാൻ ഓൾസോ ഡൊണേറ്റ് ടു ദി പേഴ്സൺ ഉണ്ടാവും കറൻ്റ് റണ്ണിങ് മെയിൽറ്റ്. അതാണ് ആരാണ് റണ്ണാക്കുന്നത് അവരുടെ ഡൊണേഷൻ ലിങ്കാണ് അവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, ഞാൻ ഇപ്പോൾ ഡൊണേഷൻ ലിങ്ക് കൊടുക്കുന്നില്ല. എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ടെലഗ്രാം ചാനലിലെ ലിങ്കാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഫ്യൂച്ചർ ഉണ്ടായിട്ട്. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ പേ ടി എമ്മിൻ്റെയോ പിന്നെ ഗൂഗിൾ പേക്കില്ല ലിങ്ക്, പിന്നെ പേപ്പാലിലുണ്ട്. പിന്നെ പേ ടി എം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. പേ ടി എം ഇൻസ്റ്റാൾ ആക്കി പേ ടി എമ്മിൻ്റെ ലിങ്ക് കൊടുക്കാം, അല്ലെങ്കിൽ പേപ്പാലിൽ കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ ഡൊണേറ്റ് കമൻറ്റിൽ ക്ലിക്ക് ചെയ്ത് നമ്മളെ കാണാൻ സാധിക്കും 2 ലിങ്ക്. ഓക്കെ, ലിങ്ക്ഡ് മാറിയിട്ട് കാണാൻ സാധിക്കും ഡൊണേറ്റിലേക്ക് ക്ലിക്ക് ആക്കിയിട്ടാകുമ്പോൾ. ഓക്കെ, ഇപ്പോൾ ഈ ലിങ്ക് ഇപ്പോൾ നേരെ എൻ്റെ ചാനലിലേക്കാണുള്ളത്. മുന്നത്തെ ലിങ്ക് എൻ്റെ നേരെ പേപ്പാലിൻ്റെ ലിങ്ക്, പേപ്പാലില്ല പേ ടി എമ്മിൻ്റെ ലിങ്കാണുള്ളത്. അപ്പോൾ ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മളുടെ ഫയൽസ് ഇൻഡെക്സ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, ബോട്ടിലേക്ക് വരാം. ബോട്ടിലേക്ക് വന്നതിന് ശേഷം ഓക്കെ നിങ്ങളുടെ ബോട്ട് എടുക്കാം. ബോട്ട് എടുത്തതിന് ശേഷം നിങ്ങളുടെ ഏത് ചാനലിലാണ് ഫയൽ എടുക്കുന്നത് ആ ചാനലിൽ പോയിട്ട് ബോട്ടിനെ നിർബന്ധമായിട്ടും അഡ്മിൻ ചെയ്തിരിക്കണം. ഓക്കെ, പബ്ലിക് ആയാലും ശരി പ്രൈവറ്റ് ആയാലും ശരി അഡ്മിൻ ആക്കിയിരിക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. ഓക്കെ, അഡ്മിൻ ആക്കിയതിന് ശേഷം ചാനലിൽ നിന്ന് ഒരു മെസ്സേജ് നേരെ ബോട്ടിലേക്ക് ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ഇപ്പോൾ ബോട്ടിലേക്ക് ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഫോർവേഡ് ചെയ്തതിന് ശേഷം ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ എസ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം കുറേ ഫയൽസ് ഉണ്ട്. ഏകദേശം 1,00,000 മീത്തൊക്കെ ഫയൽസ് ഉണ്ടെങ്കിൽ ഏകദേശം കുറേ ടൈം എടുക്കും. ഇപ്പോൾ അതിൽ ആകെ 5 ഫയൽസ് ഉണ്ടായതുകൊണ്ടാണ് കുറച്ച് ടൈം എടുത്തത്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഫയലിൻ്റെ നെയിം അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഫയലിൻ്റെ നെയിം അടിച്ച് കൊടുത്തിട്ടാകുമ്പം വർക്കാവുന്നില്ല. ഓക്കെ, ബോട്ടിനെ അഡ്മിൻ ആക്കിയിട്ടില്ല. ബോട്ടിനെ ഒന്ന് അഡ്മിൻ ആക്കട്ടെ. അഡ്മിൻ ആക്കിയതിന് ശേഷം നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ആ ഒരു പേജിലില്ല. O2 2022 അടിച്ചെടുത്തു. ഓക്കെ, ഈ ഒരു പേജിൽ ഫയൽസ് ഇല്ല. ഓക്കെ, നമുക്ക് O2 മലയാളം എന്ന് അടിച്ചു കൊടുക്കാം. ഓക്കെ, ഈ ഒരു പേജിൽ ഫയൽസ് ഉണ്ട്. ഞാൻ ഫയലിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, നമുക്കിവിടെ ഫയൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫയലിൻ്റെ ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ ആദ്യം പറഞ്ഞൊരു സംഭവമില്ല എന്താണെന്ന് വെച്ചാൽ ആഡ്സിൻ്റെത് എങ്ങനെ കൊടുക്കേണ്ടത് വെച്ചാൽ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അതിൽ ഫുള്ളും പറയുന്നുണ്ടാവും ഡീറ്റെയിൽ ആയിട്ട്. ജസ്റ്റ് ചെക്ക് ആക്കി നോക്കാം. അതുപോലെ തന്നെ ലൈവ് സ്ട്രീമിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്. നിങ്ങൾ എല്ലാവരും പോയിട്ട് ആ ലൈവ് സ്ട്രീമിൻ്റെ വെബ്സൈറ്റ് ജസ്റ്റ് ഒന്ന് ചെക്കാക്കാം. അതുപോലെ തന്നെ ഈ ബോട്ടിൻ്റെ ഫ്യൂച്ചേഴ്സിൻ്റെ വീഡിയോ നിങ്ങൾ ഇത്ര നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ടത്. എൻ്റെ ഈ മിടുക്കി റോബോട്ടിൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ട് ഹൈഡായിട്ട്. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ആക്കി നോക്കണം. അപ്പോൾ വീഡിയോ ചെയ്യാൻ തുടങ്ങിയാൽ ഏകദേശം കുറേ ടൈം എടുക്കും. പിന്നെ 10 മിനിറ്റിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. കുറേ ലെങ്ത്ത് നിങ്ങൾക്ക് ആയിരിക്കും ബോറടിക്കും. അതിനോണ്ടാണ് പിന്നെ ചെറിയൊരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുള്ളത്. ഓക്കെ, ആഡ്സിൻ്റെ വീഡിയോ ഞാൻ ആയിട്ട് വരുന്നുണ്ട്. ആഡ്സിൻ്റെ ഫ്യൂച്ചേഴ്സൊക്കെ ബോട്ടിലൊക്കെ ഒന്ന് ജസ്റ്റ് സെറ്റ് ആക്കാണ്ട്. കാരണം എന്ന് വെച്ചാൽ എല്ലാ സൈറ്റും സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോത്തിലായി പിന്നെ കാണിച്ചു തരാത്തത് എങ്ങനെ ആഡ്സ് സെറ്റാക്കാനായിട്ട്. ഓക്കെ, ഞാൻ അടുത്ത വീഡിയോ വരുമ്പോൾ ഞാൻ കുറച്ച് ഫ്യൂച്ചേഴ്സ് ആഡ് ആക്കുന്നുണ്ട്. എന്നിട്ട് ആ ഫ്യൂച്ചേഴ്സ് എങ്ങനെ യൂസ് ആക്കാമെന്ന് അടുത്ത വീഡിയോയിൽ പറയും. അപ്പോൾ ഞാൻ ഈ ആഡ്സിൻ്റെ ഫ്യൂച്ചറും എങ്ങനെ യൂസ് ആക്കാമെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ബൈ, അടുത്ത വീഡിയോയിലാണ്.